ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്. പിന്നെ മാത്രമല്ല ഓഫ് നടക്കുന്ന സമയത്ത് പോയിട്ട് നമുക്ക് ഓഫ് ഇല്ലാത്ത ഒരു സാധനം വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അത്ര ഇത് തോന്നിയില്ല. പിന്നെയും രോഹിത് ദാ ഈ കളർ ഈ യെല്ലോ ടിൻറ്റുള്ള ഈ സൺഗ്ലാസ് എടുത്ത് നോക്കി. ഞാൻ എന്താണ് അത്ര എൻകറേജ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു തിരിച്ചു വയ്ക്കുക, അതേ സിമിലർ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെയും ഞങ്ങൾ കുറച്ച് നോക്കി. ഇത് ജിമ്മിച്ചൂടെ സൺഗ്ലാസ് ആണ് കേട്ടോ, അവരുടെ ഒരു പുതിയതാണ്. ഞാനത് വെച്ച് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മുഖം കുറച്ച് ജാസ്തി വലുതായിരിക്കുന്ന പോലെ തോന്നി. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി എന്തായാലും ഞങ്ങൾ ആലോചിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും തൽക്കാലം ഞങ്ങൾക്ക് വേഗം സാറയിൽ പോകണം, കാരണം ഇനി അവിടെ ആൾ കൂടണ്ട ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അത് ആൾ പറഞ്ഞു, അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു സാർ ഇത് കൂടി ഒന്ന് നോക്കാൻ പറഞ്ഞു. ഇത് ഡോൾഷെ ആൻഡ് ഗബാനയുടെയാണ്, ബ്ലൂ കളർ. പക്ഷെ അത് വെച്ച് നോക്കിയപ്പോഴും കണ്ടപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് കുറേ ഇഷ്ടമായി കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈവൻ രോഹിത് വെച്ച് കഴിഞ്ഞപ്പോഴും ഇറ്റ് വാസ് ലുക്കിംഗ് വെരി ഡിഫറെൻറ്റ് ആൻഡ് നൈസ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരി ഇത് നന്നായിട്ടുണ്ട്. അത് മാത്രമല്ല അതിനും കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അറൗണ്ട് എനിക്ക് തോന്നുന്നു 30% ഓഫ് ഉണ്ടായിരുന്നു. 20 അല്ല 30% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോഴും ഞങ്ങൾ ഇത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. എനിക്ക് രോഹിത് വെച്ചപ്പോൾ കുറേ ഇഷ്ടമായി. അപ്പോൾ ശരി എങ്കിൽ ഇതിൽ ഒരു നോട്ടം ഇട്ടാലോ എന്ന് വിചാരിച്ചു. രോഹിത്തിനത് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും പിന്നെ അവിടെയൊക്കെ നടന്ന് നോക്കുകയാണ്, ഓക്കെ ആണോ ഇതാണോ. ഇങ്ങനെ ഈ സൺഗ്ലാസ്സൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് രോഹിത്തിന്. അപ്പോൾ അത് നോക്കി അപ്പം ഞാൻ പറയുന്നുണ്ട് ശരി നമുക്ക് നോക്കിയിട്ട് വരാം, എന്തായാലും നമുക്ക് സാറയിൽ പോയി റിട്ടേൺ ചെയ്യാം എന്നിട്ട് നോക്കാം. ബട്ട് സ്റ്റിൽ ഹീസ് ആസ്കിങ് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടോ, അതാണോ ഇതാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം പോയി നമ്മുടെ വന്ന പണി, മെയിൻ പണി, പ്രയോറിറ്റി തീർത്തിട്ട് വരാമെന്ന്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. സാറ ഫുൾ എം ടി ആയിരുന്നു, ഈവൻ സെയിൽ നടക്കുന്ന ഒരു ടൈമിൽ കൂടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നന്നായി, ഞങ്ങളുടെ പണി വേഗം കഴിഞ്ഞിട്ട് പോകാമല്ലോ. അപ്പോൾ വന്നു വേഗം തന്നെ ഞങ്ങൾ കൗണ്ടറിൽ പോയി. ഈ തുണികളെല്ലാം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ വാങ്ങി. കുറച്ച് സ്വെറ്റേഴ്സ് ആയിരുന്നു, 1-2 ഞാനൊരു സ്വെറ്റർ വെച്ചു, രോഹിത്ത് 2 സ്വെറ്റേഴ്സും ഒരു പാൻസും വെച്ചു. ബാക്കി ഞങ്ങൾ ഓർഡർ ചെയ്തെല്ലാം റിട്ടേൺ ചെയ്തു. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഒരു വട്ടം കൂടി ഒന്ന് സൺഗ്ലാസ് ഹട്ടിൽ നമ്മുടെ ബ്ലൂ കളർ സൺഗ്ലാസ് ഡോൾഷെ ആൻഡ് ഗബാനയുടെ ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ രോഹിത്തിനത് കുറേ ഇഷ്ടപ്പെടും ചെയ്തു. എന്നാലും ആൾ വന്ന പാടെ ഗ്രീൻ എടുത്ത് വെച്ചു കേട്ടോ. ഇതേത് ബ്രാൻഡായിരുന്നു എന്ന് ഞാൻ മറന്നു, പക്ഷേ ആൾക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അതും ഡോൾഷെ ആൻഡ് ഗബാന ആയിരുന്നു തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ. എന്നാലും ഞാൻ പറഞ്ഞു നമ്മൾ ഓഫർ ഉള്ളപ്പോൾ ഓഫർ ഉള്ളത് വാങ്ങണം, ഓഫറുള്ള സമയത്ത് വന്നിട്ട് ഓഫർ ഇല്ലാത്ത വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് എനിക്കിത് രോഹിത് വെച്ചപ്പോൾ കുറേ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ജനുവരിയിലാണ് രോഹിത്തിൻ്റെ ബർത്ത്ഡേ, അപ്പോൾ എന്തായാലും